ഹലോ, അപ്പോൾ നമുക്കിന്ന് വൈറലായിട്ടുള്ള ചെമ്മീൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മലയില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് 7 കഷ്ണം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് പൊടികളാണ്. 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. കൂടെ തന്നെ 3/4 ടീസ്പൂണോളം പൊടിക്കാത്ത കുരുമുളകും കൂടി ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടി മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. നമ്മുടെ മസാലയ്ക്ക് നല്ല റെഡ് കളറാണ് വന്നേക്കുന്നത്. നല്ല പച്ച കളറിലാണ് ഇത് വരേണ്ടത്. കുറച്ച് മുളക് പൊടി കൂടിപ്പോയതാണ് കാരണം. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 കിലോ അളവിൽ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കിത് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ ചെമ്മീൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളുടെ ചട്ടിയിൽ നല്ല പച്ച വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വേവാനായിട്ട് കൊടുക്കണം. അത് കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ മറു സൈഡ് ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. വീണ്ടും ഒരു 10-15 മിനിറ്റെല്ലാം കഴിയുന്ന സമയത്ത് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വീണ്ടും ഒന്ന് ചിക്കി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാത്ത ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ചൊരു പഞ്ചസാരയാണ്. ചെറുതായിട്ടൊരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ഓഫാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കളറൊന്നും പാളിപ്പോയെങ്കിലും ടേസ്റ്റൊന്നും പാളിയിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.